കർത്തേടം സേക്രഡ് ഹാർട്ട് UP സ്കൂൾ ആനുവൽ റിപ്പോർട്ട് 2025-26. വിദ്യാഭ്യാസമാണ് ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപമെന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നു. വിദ്യാഭ്യാസം എന്നത് അറിവ് നേടുക എന്നതിലുപരി അറിവിനെ പ്രായോഗികമായി ഉപയോഗപ്പെടുത്തി മികച്ച വ്യക്തിയാകാനും സമൂഹത്തിന് നല്ല സംഭാവനകൾ നൽകാനും ഒരുവനെ പ്രാപ്തനാക്കുന്ന സമഗ്രമായ പ്രക്രിയയാണ്. പാഠപുസ്തകങ്ങളുടെ അറിവിനോടൊപ്പം മൂല്യബോധവും സഹജീവി പരിഗണനയും വളർന്നു വരുന്ന തലമുറയ്ക്ക് കൈമാറുക എന്നതും വിദ്യാഭ്യാസത്തിന്റെ പ്രഥമ ലക്ഷ്യമാണ്. ഈ ലക്ഷ്യങ്ങളെയെല്ലാം സാക്ഷാത്കരിക്കുന്നതിനായി നിലകൊള്ളുകയാണ് വരാപ്പുഴ അതിരൂപതയിലെ മികച്ച വിദ്യാലയമായ കർത്തേടം സേക്രഡ് ഹാർട്ട് UP സ്കൂൾ. 130 വർഷം പഴക്കമുള്ള വിദ്യാലയ ചരിത്രത്തിൽ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന അധ്യയന വർഷത്തിലൂടെ വിദ്യാലയം ജൈത്രയാത്ര തുടരുകയാണ്. തീരപ്രദേശമായ വൈപ്പിൻകരയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും LKG മുതൽ 7ാം ക്ലാസ് വരെ 465 വിദ്യാർത്ഥിനികൾ ഈ അക്കാദമിക വർഷം അധ്യയനം നടത്തുന്നു. വിദ്യാലയ മുറ്റത്തെത്തിച്ചേരുന്ന ഓരോ കുട്ടിക്കും മാതൃവാത്സല്യവും സ്നേഹവും പകർന്നു നൽകി സമൂഹത്തിലെ നല്ല പൗരന്മാരാക്കി മാറ്റാൻ വേണ്ടി അർപ്പണബോധത്തോടെ തങ്ങളുടെ സമയവും കഴിവും പ്രയോജനപ്പെടുത്തുന്ന ഒരു കൂട്ടം അധ്യാപകരാണ് ഈ വിദ്യാലയത്തിന്റെ പ്രചോദനവും കരുത്തും. ഓരോ കുട്ടിയുടെയും സമഗ്രമായ വളർച്ച ലക്ഷ്യമാക്കിക്കൊണ്ട് പഠന പ്രവർത്തനങ്ങൾക്കും പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും ഒരേപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് വിദ്യാലയം മികവിന്റെ കേന്ദ്രമായി മാറുന്നു. പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഉദ്ഘാടനത്തോടെ ആരംഭിച്ച ഈ വർഷം ആദ്യത്തെ 2 ആഴ്ചക്കാലം പഠനത്തോടൊപ്പം തന്നെ കുട്ടികളിൽ പൗരബോധവും മൂല്യങ്ങളും വളർത്തിയെടുക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയുണ്ടായി. വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും പിടിയിൽ നിന്ന് യുവതലമുറയ്ക്ക് മോചനം നേടാനുതകും വിധത്തിൽ തെരുവ് നാടകം, ദിവസവും അസംബ്ലിയിൽ ചൊല്ലുന്ന ലഹരി വിരുദ്ധ പ്രതിജ്ഞ, ട്രാഫിക് നിയമങ്ങൾ ചെറുപ്പകാലത്ത് തന്നെ കുട്ടികൾ പരിശീലിക്കുന്നതിനായി ഞാറക്കൽ പോലീസ് സ്റ്റേഷൻ SHO അരുൺ സാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ്, ആരോഗ്യം, വ്യായാമം, കായികക്ഷമത മുൻനിർത്തി യോഗ, സുംബ, എയറോബിക്സ്, ഫിസിക്കൽ ട്രെയിനിങ് സെഷനുകൾ, ഡിജിറ്റൽ അച്ചടക്കം കുട്ടികൾ പരിശീലിക്കേണ്ടതിന്റെ ഭാഗമായി അധ്യാപകരും കുട്ടികളും ചേർന്ന് തയ്യാറാക്കിയ ഷോർട്ട് ഫിലിം, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, ഹരിത ക്യാമ്പസ് സ്കൂൾ സൗന്ദര്യവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ആദ്യത്തെ 12 ദിവസങ്ങളിൽ അധ്യാപകരും കുട്ടികളും പങ്കാളികളായി. ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ആസ്പദമാക്കി പോസ്റ്റർ, അനുഭവക്കുറിപ്പ്, കഥകൾ, ഡയറിക്കുറിപ്പ് തുടങ്ങിയവ കുട്ടികൾ തയ്യാറാക്കി. മാതൃഭാഷയോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഭാഷയ്ക്കും പ്രാധാന്യം നൽകുക എന്നൊരു ഉദ്ദേശത്തോടെ വാക്ക് എലോങ് വിത്ത് ഇംഗ്ലീഷ് എന്നൊരു പ്രൊജക്റ്റാണ് വിദ്യാലയ വർഷാരംഭത്തിൽ തുടക്കം കുറിച്ചത്. ഇതിന്റെ ഭാഗമായി സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ഇമ്മാനുവൽ പനക്കൽ തയ്യാറാക്കിയ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നോട്ടുകൾ ഉപയോഗപ്പെടുത്തി അധ്യാപകർ ദിവസവും ആദ്യ പീരീഡിൽ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസുകൾ നടത്തിവരുന്നു. അതോടൊപ്പം തന്നെ ദിവസേനയുള്ള അസംബ്ലിയിൽ ഇംഗ്ലീഷിൽ കുട്ടികൾ മാറി മാറി സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തിവരുന്നു. ഒരു പുതിയ ഇംഗ്ലീഷ് പദം മലയാളത്തിലും ഹിന്ദിയിലും പരിചയപ്പെടുന്ന വേർഡ് ഓഫ് ദ ഡേ ദിവസവും അസംബ്ലിയിൽ നടത്തിവരുന്നു. ഡിജിറ്റലിൽ വളരുന്ന ഇന്നത്തെ കുട്ടികളെ ഡിജിറ്റൽ ക്ലാസുകളുടെ സഹായത്തോടെയാണ് പഠന ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുന്നത്. പുസ്തകത്താളുകളിലെ അക്ഷരങ്ങളും ആശയങ്ങളും കുട്ടികൾ കണ്ടും കേട്ടും അനുഭവിച്ചറിഞ്ഞും സ്വായത്തമാക്കുന്നതിനായി സ്കൂൾ മാനേജർ ഫാദർ ഡിക്സൺ ഫെർണാണ്ടസിന്റെ നേതൃത്വത്തിൽ വാങ്ങിയ 5 ഇന്ററാക്റ്റീവ് ബോർഡുകൾ UP ക്ലാസുകളിൽ പഠന മാധ്യമമായി ഉപയോഗപ്പെടുത്തി വരുന്നു. പ്രീ പ്രൈമറി, LP ക്ലാസുകളിലെ കുട്ടികൾക്ക് പഠനത്തിനായും വിനോദത്തിനായും സ്മാർട്ട് TVകളും പ്രയോജനപ്പെടുത്തി വരുന്നു. സാങ്കേതിക വിദ്യയുടെ പാഠങ്ങൾ കുട്ടികൾ സ്വായത്തമാക്കുന്നതിനായി സഹകരണത്തോടെ ആഴ്ചയിലൊരിക്കൽ 1ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് IT ക്ലാസുകൾ നടന്നു വരുന്നു. ഓരോ കുട്ടിക്കും പരിശീലനം ലഭിക്കത്തക്ക രീതിയിൽ 30ലധികം ലാപ്ടോപ്പുകളാണ് ഇതിനുവേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത്. തിയറി, പ്രാക്ടിക്കൽ പരീക്ഷകളും ഇതിന്റെ ഭാഗമായി നടത്തിവരുന്നു. ക്ലാസ് മുറികളിലെ അധ്യയനം ആകർഷകമാക്കുന്നത് വിവിധ പഠന പ്രക്രിയകളിലൂടെയാണ്. കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനാധിഷ്ഠിതമായ ക്ലാസുകൾ അധ്യാപകർ സജ്ജമാക്കുന്നു. കുട്ടികൾ പഠനത്തിൽ നിരന്തരമായ പുരോഗതി കൈവരിക്കുന്നതിനും ടേം പരീക്ഷകളിൽ മികച്ച വിജയം നേടുന്നതിനുമായി എല്ലാ മാസാവസാനവും പരീക്ഷകൾ നടത്തുകയും പഠന നിലവാരം മാതാപിതാക്കളെ ക്ലാസ് PTAയിൽ അറിയിക്കുകയും ചെയ്യുന്നു. അക്ഷരമധുരം 2025 എന്ന പേരിൽ മലയാള ഭാഷാ വികസന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. കുട്ടികളെ വായനയിലേക്ക് ആകർഷിക്കുന്നതിനായി ഹായ് വായന എന്ന പേരിൽ കുട്ടികൾ തന്നെ നേതൃത്വം നൽകുന്ന കുട്ടി ലൈബ്രറി ആരംഭിച്ചു. കുട്ടികളുടെ ഒഴിവു സമയങ്ങളിൽ ലൈബ്രറിയിലെത്തി പുസ്തകങ്ങൾ വായിക്കുകയും വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചുള്ള ആസ്വാദനം തയ്യാറാക്കി അധ്യാപകർക്ക് നൽകുകയും ചെയ്യുന്നു. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ എല്ലാ ഡിവിഷനുകളിലേക്കും എല്ലാ ദിവസവും ദിനപത്രം നൽകുകയും പത്രവായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി ദിവസവും ചോദ്യങ്ങൾ അസംബ്ലിയിൽ നൽകുകയും ചെയ്യുന്നു. അതേ ദിവസം തന്നെ പത്രത്തിൽ നിന്ന് ഉത്തരം കണ്ടുപിടിച്ച് വിജയികളാകുന്നവർക്ക്
എല്ലാ ദിവസവും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. വായന പക്ഷാചരണ പരിപാടികൾ വിദ്യാലയത്തിൽ വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു. വിദ്യാരംഗം കലാസാഹിത്യവേദി ഉദ്ഘാടനം, പുസ്തക റാലി, മലയാള സാഹിത്യത്തിലെ വിവിധ കഥാപാത്രങ്ങൾ അരങ്ങത്ത്, ക്ലാസ് ലൈബ്രറി സജ്ജീകരണം, രചനാ മത്സരങ്ങൾ, വായനാ മത്സരങ്ങൾ, ക്വിസ് മുതലായവ സംഘടിപ്പിച്ചു. കുട്ടികളുടെ സ്കൂൾ റേഡിയോ മധുരമിട്ടായി ഈ വർഷവും നടത്തുന്നു. ഇതിന്റെ തുടർ പ്രവർത്തനമായി LP വിഭാഗത്തിലെയും UP വിഭാഗത്തിലെയും കുട്ടികൾ ആകാശവാണി കൊച്ചി FM സ്റ്റേഷനിൽ പോയി വിടരുന്ന മുട്ടുകൾ പരിപാടി അവതരിപ്പിക്കുകയും ചെയ്തു. കുട്ടികളിലെ വൈവിധ്യങ്ങളായ അഭിരുചികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആഴ്ചയിലൊരിക്കൽ ടാലന്റ് ലാബ് ക്ലാസുകൾ നടത്തിവരുന്നു. കരാട്ടെ, ചിത്രരചന, കീബോർഡ്, ഗിറ്റാർ തുടങ്ങിയവയിൽ വിദഗ്ധരായ പുറമേ നിന്നുള്ള അധ്യാപകർ പരിശീലനം നൽകുന്നു. യഥാസമയം ബെൽറ്റ് ടെസ്റ്റുകൾ നടത്തുകയും അർഹരായ കുട്ടികൾക്ക് ബെൽറ്റ് നൽകുകയും ചെയ്യുന്നു. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ സുസ്ഥിതി നിലനിർത്തുന്നതിനായി ആഴ്ചയിലൊരിക്കൽ 3ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് യോഗ ട്രെയിനറുടെ നേതൃത്വത്തിൽ 1 മണിക്കൂർ യോഗ പരിശീലനം നൽകുന്നു. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വളരെയധികം മാനസിക സംഘർഷം നേരിടുന്ന കാലഘട്ടമാണ്. അവർക്ക് ആശ്വാസമായി ഡോക്ടർ സിസ്റ്റർ സുനിത റൂബിയുടെ നേതൃത്വത്തിൽ ആഴ്ചയിലൊരിക്കൽ കൗൺസിലിംഗ് ക്ലാസ് നടത്തിവരുന്നു. കുട്ടികൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട മേഖലയാണ് സ്പോർട്സ്. SH ഫുട്ബോൾ അക്കാദമിയുടെ കീഴിൽ കുട്ടികൾ മികച്ച പരിശീലനം നേടിവരുന്നു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള ജൂനിയർ ബാച്ചും 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള സീനിയർ ബാച്ചും ISL റഫറി കൂടിയായ കോച്ചിന്റെ നേതൃത്വത്തിൽ പരിശീലിക്കുന്നു. സെന്റ് ആൽബർട്ട്സ് സ്കൂളിൽ വെച്ച് നടന്ന ലിനാർഡോ മെലാനി ഫുട്ബോൾ കപ്പിൽ സീനിയർ ടീം ഫസ്റ്റ് റണ്ണർ നേടി. നമസ്കാരം. SH ന്യൂസിലേക്ക് സ്വാഗതം. കർത്തിടം സേക്രഡ് ഹാർട്ട് UP സ്കൂളിൽ ഓരോ ദിനവും ഏറെ പ്രാധാന്യമുള്ളതാണ്. കുട്ടികളുടെ സർവോത്മുഖമായ വളർച്ചയുടെ ലക്ഷ്യപ്രാപ്തിക്കായി നടപ്പിലാക്കുന്ന അക്കാദമിക കലാകായിക മേഖലകളിലെ മികവുറ്റ പ്രവർത്തനങ്ങൾ, സാമൂഹ്യപരമായ മികച്ച പ്രവർത്തനങ്ങൾ, ദിനാചരണങ്ങൾ തുടങ്ങിയവയുടെ നേർക്കാഴ്ചകളിലേക്ക്. അക്കാദമിക വർഷാരംഭം പഞ്ചായത്ത് തല പ്രവേശനോത്സവത്തോടെ ആരംഭിച്ചു. ആദ്യത്തെ 2 ആഴ്ചക്കാലം പഠനത്തോടൊപ്പം നൽകിയ മൂല്യബോധന ക്ലാസുകളുടെ വിശദാംശങ്ങളിലേക്ക്. മയക്കുമരുന്നിനും ലഹരിക്കുമെതിരെ തിരിവ് നാടകം. ദിവസേനയുള്ള അസംബ്ലിയിലും പൊതുപരിപാടികളിലും ലഹരി വിരുദ്ധ പ്രതിജ്ഞ ആരംഭം. ഞാറക്കൽ SHO അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ്. ട്രാഫിക് സിഗ്നലുകളുടെ പ്രദർശനം. പ്രകൃതി സംരക്ഷണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെ ഏറെ പോഷകപ്രദമായ മൈക്രോഗ്രെയിൻ ഉൽപാദനം സ്കൂളിലും വീടുകളിലും വർഷം മുഴുവൻ നീണ്ടുനിൽക്കുന്ന പ്രോജക്ട് മൈക്രോഗ്രെയിൻ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തൽ. സീഡ് ക്ലബ് ഉദ്ഘാടനം. ജന്മദിനത്തിൽ കൂട്ടുകാരന് ചെടി കൈമാറൽ പ്രോജക്ട് ഉദ്ഘാടനം. മാലിപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ശുചിത്വ ബോധവൽക്കരണ ക്ലാസ്. യോഗാചാര്യൻ ജോണി സാറുമുത്ത് പ്രകൃതി നടത്തം. കർത്തിടം റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി വിദ്യാലയത്തിലേക്ക് ഔഷധ സസ്യങ്ങൾ സമ്മാനമായി നൽകി. നല്ലപാടം ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് എല്ലാവർക്കും വിത്ത് നിറച്ച സീഡ് ബോൾ വിതരണം. കുട്ടികളുടെ വീട്ടിൽ മരം നടൽ. ആരോഗ്യം, വ്യായാമം, കായികക്ഷമത ഇവയുടെ പ്രാധാന്യത്തിനായി യോഗ, ഫിസിക്കൽ ട്രെയിനിംഗ്, എയറോബിക്, സൂംബ ക്ലാസുകൾ. അധ്യാപകരും കുട്ടികളും ഒരുമിച്ച് സൈക്കിൾ റാലി. മൈ ഫുഡ് ജേണൽ വ്യക്തിപരമായി കുട്ടികൾ തയ്യാറാക്കൽ. ഡിജിറ്റൽ അച്ചടക്കം പുതിയ തലമുറ പാലിക്കേണ്ട ആവശ്യകത മനസ്സിലാക്കുന്നതിനായി അധ്യാപകരും കുട്ടികളും ചേർന്ന് നിർമ്മിച്ച ഷോർട്ട് ഫിലിം. വായന ദിനമായ ജൂൺ 19 ശ്രീ പ്രമോദ് മാൽപ്പുറം വിദ്യാരംഗം കലാസാഹിത്യ ഉദ്ഘാടനം നിർവഹിച്ചു. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് പുസ്തക റാലി, കഥാപാത്രങ്ങൾ അരങ്ങത്ത്, ക്ലാസ് ലൈബ്രറി സജ്ജീകരണം, കലാസാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. യോഗ ദിനം ജൂൺ 21 യോഗാചാര്യൻ ശ്രീ ജോണി പറമ്പലോത്ത് ഉദ്ഘാടനം ചെയ്തു. യോഗ അധ്യാപിക റീന ബേബി ഈ വർഷത്തെ യോഗ ക്ലാസുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾ തന്നെ കൈകാര്യം ചെയ്യുന്ന കുട്ടി ലൈബ്രറി ഹായ് വായന ശ്രീ മാത്യു ലിഞ്ചൻ റോയ് ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ സുനിത റൂബിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ്, പോസ്റ്റർ നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ. ഡോക്ടേഴ്സ് ഡേയിൽ ഡോക്ടർമാരുടെ വീടുകളിൽ എത്തി ആശംസകൾ അറിയിച്ചു. ബഷീർ ദിനത്തോടനുബന്ധിച്ച് ബഷീർ കഥാപാത്രങ്ങളുടെ ദൃശ്യാവിഷ്കാരം. സ്കൂൾ ഡേ ആഘോഷങ്ങൾ ദിവ്യബലിയോടെ ആരംഭിച്ചു. കുട്ടികൾക്ക് സ്നേഹവിരുന്ന്. ഉച്ചയ്ക്ക് ശേഷം ജനറൽ PTA മീറ്റിംഗ്. രക്ഷിതാക്കൾക്കായി സി സുനിത റൂബിയുടെ നേതൃത്വത്തിൽ മക്കളോടൊപ്പം ബോധവൽക്കരണ ക്ലാസ്.
പ്രായമായവർക്ക് വേണ്ടി കൊന്ത നിർമ്മാണം, കൈത്തൊഴിൽ പരിശീലനം നല്ലപാടം ക്ലബിന്റെ നേതൃത്വത്തിൽ 1 മാസത്തെ ക്ലാസ് പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്ലാസ് പത്ര പ്രകാശനം അസംബ്ലിയിൽ. മലയാള മനോരമ വായനക്കളരി ഉദ്ഘാടനം. 15 പത്രം ദിവസം ക്ലാസ് മുറിയിലേക്ക്. വണ്ടർ ഫ്രം വേസ്റ്റ് കുട്ടികളും അധ്യാപകരും ചേർന്ന് തയ്യാറാക്കിയ സോഫ ടീപ്പോയ്. 2024-25 മലയാള മനോരമ ജില്ലാതല A+ പുരസ്കാര സ്വീകരണം. ലോക ജനസംഖ്യാ ദിനം പോസ്റ്റർ പ്രദർശനം. സ്കൂൾ ലീഡർ, സ്കൂൾ ക്യാപ്റ്റൻ ഇലക്ഷൻ ഡിജിറ്റലായി. ഹരിതകർമ്മ സേനാംഗങ്ങളെ വിദ്യാലയത്തിൽ ആദരിക്കൽ. കർത്തിടം റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്പോൺസർ ചെയ്യുന്ന 5 മാതൃഭൂമി ദിനപത്രങ്ങൾ മധുരം മലയാളം പരിപാടി ഉദ്ഘാടനം. സീഡ് ക്ലബ് നേതൃത്വത്തിൽ തയ്യാറാക്കിയ സീഡ് ബാഗ് ഉദ്ഘാടനം സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും മറ്റു വിദ്യാലയങ്ങളിലെ കുട്ടികൾക്കും. മൂണ്ടിയോടനുബന്ധിച്ച് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, ശുഭാംശു ശുക്ല ബഹിരാകാശ യാത്രികരുമായി ഇന്റർവ്യൂ. റോക്കറ്റ് ലോഞ്ചിംഗ്, ഓഗ്മെന്റഡ് സോളാർ സിസ്റ്റം ആൻഡ് പ്ലാനറ്റ് വ്യൂ. ആഗസ്റ്റ് മാസം ആരംഭത്തിൽ എറണാകുളം ജനറൽ ആശുപത്രിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ഐ സ്ക്രീനിംഗ് ക്യാമ്പും തുടർന്ന് കണ്ണട വിതരണവും. മലപ്പുറം ഫയർ സ്റ്റേഷൻ ഓഫീസർ PR വൈശാഖിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് സേഫ്റ്റി മോക്ക് ഡ്രിൽ, വാട്ടർ സേഫ്റ്റി, ലൈറ്റ്നിംഗ്, സ്നേക്ക് ബൈറ്റ് തുടങ്ങിയവയെക്കുറിച്ചുള്ള അവയർനെസ് ക്ലാസ്. KG വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ടീം ഡേ, സ്കൈ ആൻഡ് സീ. കർക്കിടക മാസ നാട്ടുരുചിമേള. ചങ്ങാതിക്ക് ഒരു മരം. എല്ലാ കുട്ടികളും വീടുകളിൽ നിന്ന് ചെടി കൊണ്ടുവന്ന് കൈമാറൽ. ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സരിത സനിൽ. ശ്രാവണ പൂർണിമ സംസ്കൃത ദിനാഘോഷം. ഉദ്ഘാടനം ഡോക്ടർ നീതു. സ്വാതന്ത്ര്യ ദിനാഘോഷം വിദ്യാലയത്തിൽ. പതാക ഉയർത്തൽ, സന്ദേശം, വിവിധ കലാപരിപാടികൾ, ഓപ്പറേഷൻ സിന്ദൂർ അവതരണം, ദേശഭക്തി ഗാനാലാപനം, മേരാ ഭാരത് മേരാ അഭിമാൻ, കയ്യൊപ്പ് പ്രോഗ്രാം. വ്യക്തി ശുചിത്വത്തെക്കുറിച്ച് എറണാകുളം ലിസി ഹോസ്പിറ്റൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ വ്യക്തി ശുചിത്വ സെമിനാർ. വേൾഡ് ഫോട്ടോഗ്രാഫി ദിനത്തിൽ പ്രകൃതി മനോഹരിതയിൽ ഒരു സെൽഫി കോർണർ. പഞ്ചായത്തിൽ മികച്ച കുട്ടി കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട കെയ്ൻ സെബാസ്റ്റ്യനെ ആദരിക്കൽ. പഞ്ചായത്ത് അംഗം ശ്രീ സ്വാദേശ് സത്യൻ. സ്കൂൾ പച്ചക്കറി കൃഷി ആരംഭം. കുട്ടികൾക്ക് ജന്മദിനത്തിൽ നൽകിയിരിക്കുന്ന കുടുക്കയിലെ സമ്പാദ്യം തെരുവോരങ്ങളിലെ 100 യാചകർക്ക് ഓണക്കോടിയും ഓണസദ്യയും നൽകുന്ന സംരംഭത്തിലേക്ക്. വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യത്തിനെതിരെ എറണാകുളം ജില്ലാ കളക്ടർക്ക് പരാതി. ഓണാഘോഷം വിദ്യാലയത്തിൽ. സെപ്റ്റംബർ മാസത്തിലൂടെ SH സ്പോർട്സ് ഡേ, കുട്ടികളുടെ ന്യൂസ് പേപ്പർ ഫാഷൻ ഷോ, വണ്ടർ ഫ്രം വേസ്റ്റ് എക്സിബിഷൻ മാതാപിതാക്കളുടെയും കുട്ടികളുടെയും സഹകരണത്തോടെ. ഓസോൺ ദിനത്തോടനുബന്ധിച്ച് സ്കെച്ച്, പവർ പോയിന്റ് പ്രസന്റേഷൻ, സെമിനാർ. ക്യാൻസർ രോഗികൾക്കായി അധ്യാപകരും മാതാപിതാക്കളും കേശദാനം നടത്തി എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ ഏൽപ്പിച്ചു. വേൾഡ് ഫസ്റ്റ് എയ്ഡ് ദിനത്തിൽ ലിസി നഴ്സിംഗ് സ്കൂളിന്റെ നേതൃത്വത്തിൽ പ്രഥമ ശുശ്രൂഷ ബോധവൽക്കരണ ക്ലാസ്. ഇന്റർനാഷണൽ പീസ് ഡേയിൽ റാലി, പോസ്റ്റർ പ്രദർശനം. അധ്യാപകരും കുട്ടികളും ചേർന്ന് യുദ്ധത്തിനെതിരെ മുദ്രാവാക്യങ്ങൾ ഇൻഫോ വാളിൽ എഴുതി. ഒക്ടോബർ മാസത്തിലൂടെ ലോകവയോജന ദിനത്തിൽ സീഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ അധ്യാപകരും കുട്ടികളും ചേർന്ന് ഞാറക്കൽ അഗതി മന്ദിര സന്ദർശനം നടത്തി. ഗാന്ധി ജയന്തി ദിനത്തിൽ ലെസ് പോപ്പുലേഷൻ മോർ സൊല്യൂഷൻ ആശയ പ്രചാരണ സൈക്കിൾ റാലി. സ്കൂളും പരിസരവും ശുചിയാക്കൽ. ഗാന്ധി ക്വിസ്. 1 മാസം നീണ്ടു നിൽക്കുന്ന ഗാന്ധിജിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷകൾ ആത്മകഥയിൽ നിന്നുള്ള വായന പദ്ധതിക്ക് തുടക്കം എന്നിവ നടത്തി. സീഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഗുണ്ടു ഐലൻഡ് ഫാക്ടറിക്ക് സമീപമുള്ള മാലിന്യ കൂമ്പാരം എളങ്ങുന്നപ്പുഴ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ശുചീകരിച്ചു. 2025 ഉപജില്ല ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തി പരിചയമേള നമ്മുടെ വിദ്യാലയത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു. APJ അബ്ദുൾ കലാം ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ മഹത് വചനങ്ങൾ കുട്ടികൾ നോട്ടീസ് ബോർഡിൽ എഴുതി. ലോക കൈകഴുകൽ ദിനത്തിൽ ടീച്ചർ ടോക്ക്, ഹാൻഡ് വാഷ് ഡെമോ എന്നിവ സംഘടിപ്പിച്ചു. ലോക ഭക്ഷ്യ ദിനത്തിൽ വിദ്യാലയത്തിലെ പാചക തൊഴിലാളികളെ ആദരിച്ചു. നല്ലപാടം ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികളിൽ നിന്ന് ശേഖരിച്ച നല്ല കളിപ്പാട്ടങ്ങൾ വിദ്യാലയത്തിന് സമീപത്തെ 12 അംഗൻവാടികളിലെ കുട്ടികൾക്കായി നൽകി. വിദ്യാലയത്തിലെ ഹരിതസേന ക്ലബിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. കുട്ടികളുടെ നേതൃത്വത്തിൽ ഹരിതസഭ മാലിന്യ നിർമ്മാർജ്ജന പ്രൊജക്ട് എന്നിവ സംഘടിപ്പിച്ചു. നവംബറിലൂടെ കേരളപ്പിറവി ദിനാഘോഷത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ അസംബ്ലി. ഓരോ ക്ലാസുകളുടെയും നേതൃത്വത്തിൽ ജില്ലകളെ പരിചയപ്പെടുത്തൽ. കുട്ടികളെ ഏറെ ആവേശം കൊള്ളിച്ച കേരള ഡിജിറ്റൽ മെഗാ ക്വിസ് എന്നിവ സംഘടിപ്പിച്ചു. ശിശുദിനാഘോഷത്തോടനുബന്ധിച്ച് ചാച്ചാജി വേഷധാരികളായ കുട്ടികൾ
ഓരോ ക്ലാസ്സിനും നൽകിയ തീം അനുസരിച്ചുള്ള വർണ്ണാഭമായ റാലി, ചാച്ചാജിയുടെ സന്ദേശം. KG വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തീം ഡേ ആഘോഷങ്ങൾ, ദ ജംഗിൾ ബുക്ക്, കുട്ടികളുടെ കലാപരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടു. മാതൃഭൂമി എറണാകുളം സീഡ് കോർഡിനേറ്റർ അൽന മരിയ സൂസന്റെ നേതൃത്വത്തിൽ ബാലാവകാശ സംരക്ഷണത്തിന്റെ ഭാഗമായുള്ള തനിച്ചല്ല ബോധവൽക്കരണ ക്ലാസ് പെൺകുട്ടികൾക്കായി നൽകി. മാതൃഭൂമി ടീമിന്റെ നേതൃത്വത്തിൽ സീസൺ വാച്ച് ക്ലാസ് വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു. എനർജി ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി പെൻസിൽ ഡ്രോയിംഗ്, പെയിന്റിംഗ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഡിസംബർ മാസത്തിൽ വേൾഡ് എയ്ഡ്സ് ഡേയോടനുബന്ധിച്ച് സ്പെഷ്യൽ അസംബ്ലി, റിബൺ ഡിസ്ട്രിബ്യൂഷൻ, മൈം ഷോ എന്നിവ സംഘടിപ്പിച്ചു. ആകാശ കാഴ്ചകൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ പ്ലാനറ്റോറിയം ഷോ സംഘടിപ്പിച്ചു. അടുത്തുള്ള വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികളിലേക്ക് കൂടി ഷോ കാണുന്നതിനുള്ള അവസരം നൽകി. ലോക ഭിന്നശേഷി ദിനത്തിൽ LKG മുതൽ 4ാം ക്ലാസ് വരെ വീട്ടിൽ നിന്ന് പഠനം നടത്തിയ, പഠനത്തിലും മറ്റു കലാരംഗത്തും സമർത്ഥനായ വിദ്യാർത്ഥി അക്സൽ തോമസ് ആദ്യമായി വീൽചെയറിൽ സ്കൂളിലെത്തി. അതിനുവേണ്ട സജ്ജീകരണങ്ങൾ മാനേജ്മെന്റ് ഒരുക്കി. ഭിന്നശേഷി വിദ്യാർത്ഥികളെ ചേർത്തു നിർത്തേണ്ട സന്ദേശം നൽകുന്ന സ്കിറ്റ് കുട്ടികൾ അവതരിപ്പിച്ചു. ഈർക്കൽ ഉപയോഗിച്ചുള്ള മനോഹരമായ ചിത്രങ്ങളുടെ മത്സരം സംഘടിപ്പിച്ചു. നല്ലപാടം ക്ലബിന്റെ നേതൃത്വത്തിൽ പുതുവൈപ്പ് ബഡ് സ്കൂളിലെ കുട്ടികളോടൊപ്പം ക്രിസ്മസ് ആഘോഷിച്ചു. ഉപയോഗയോഗ്യമായ നല്ല വസ്ത്രങ്ങൾ കുട്ടികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ശേഖരിച്ച് അന്യസംസ്ഥാനക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഡോൺ ബോസ്കോ സ്കൂളിലെ കുട്ടികൾക്കായി നൽകി. സ്കൂളിലെ ക്രിസ്മസ് ആഘോഷത്തിലൂടെ ഏഞ്ച സാന്റ മത്സരങ്ങൾ, ക്രിസ്മസ് പരിപാടികൾ. ജനുവരി മാസത്തിൽ കൊച്ചി FM നിലയത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ LPയിലെയും UPയിലെയും വിദ്യാർത്ഥികളുടെ വിടരുന്ന മുട്ടുകൾ പ്രോഗ്രാമിലേക്കുള്ള റെക്കോർഡിംഗ് നടന്നു. കുട്ടികളുടെ പരിപാടികൾ റേഡിയോയിലൂടെ സംരക്ഷണം ചെയ്തു. സ്കൂളിന്റെ നേതൃത്വത്തിൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ C. സുനിത റൂബി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി കൗൺസിലിംഗ് നടത്തിവരുന്നു. പ്രൊഫസർ KV തോമസിന്റെ ഹരിതാപമയം അതിജീവന പാഠം പദ്ധതി വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു. എല്ലാ വിദ്യാർത്ഥികൾക്കും കറിപ്പിൻ തൈ വിതരണം, സ്കൂളിലേക്ക് ഫലവൃക്ഷ തൈ വിതരണം നടത്തി. വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലങ്കൽ, കൊച്ചി മെട്രോ ലിമിറ്റഡ് ചെയർമാൻ ലോക്നാഥ് ബെഹ്റ, എളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബെർണാഡ് ബെന്നി, സ്കൂൾ മാനേജർ ഫാദർ ഡിക്സൺ ഫെർണാണ്ടസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഗാന്ധി വിചാരധാര ഏർപ്പെടുത്തിയ 2025-26 അധ്യയന വർഷത്തിലെ ബെസ്റ്റ് ടീച്ചർ അവാർഡ് നമ്മുടെ വിദ്യാലയത്തിലെ ബ്രിജിറ്റ് ഷീനി ടീച്ചർ കരസ്ഥമാക്കുകയുണ്ടായി. സീഡ് ക്ലബിന്റെ നേതൃത്വത്തിൽ അധ്യാപകരും കുട്ടികളും ചേർന്ന് ചരിത്ര പ്രധാനമുള്ള പള്ളിപ്പുറക്കോട്ടയിലേക്ക് ഫീൽഡ് ട്രിപ്പ് നടത്തി. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് വിദ്യാലയത്തിൽ പതാക ഉയർത്തുകയും പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിൽ അദ്ദേഹത്തോടുള്ള ആദരവ് സൂചകമായി പുഷ്പാർച്ചന, ഭജൻ ആലാപനം, രക്തസാക്ഷിത്വ ദിന സന്ദേശം, സർവമത പ്രാർത്ഥന തുടങ്ങിയവ സംഘടിപ്പിച്ചു. മാലിപ്പുറം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പുകവലിയുടെ ദോഷങ്ങൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി ഫ്ലാഷ് മോബ് രക്തസാക്ഷിത്വ ദിനത്തിൽ സംഘടിപ്പിച്ചു. ആശുപത്രി അധികൃതരും രോഗികളും കാഴ്ചക്കാരായി. ഗാന്ധിജിയുടെ ശയ്യാശരത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുകയും ഭജൻ പാടുകയും ചെയ്തു. നല്ലപാടം ക്ലബിന്റെ നേതൃത്വത്തിലുള്ള സ്കൂളിലെ വയോജന കൂട്ടായ്മയിലെ പ്രായമായ അംഗങ്ങളുമായി വന്ദേ ഭാരത് യാത്ര സംഘടിപ്പിച്ചു. വിദ്യാലയത്തിലെ 2 കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ചികിത്സാ സഹായം നൽകുന്നതിനായി സ്കൂളിലെ PTA-യുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് കൊച്ചിയിലെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിച്ചു. ശാസ്ത്ര വിഷയങ്ങളോടുള്ള വിദ്യാർത്ഥികളുടെ കൗതുകം വർദ്ധിപ്പിക്കാനും സമുദ്ര ജീവജാലങ്ങളെക്കുറിച്ചുള്ള അറിവ് വളർത്താനും ലക്ഷ്യമിട്ടായിരുന്നു വിദ്യാഭ്യാസ സന്ദർശനം സംഘടിപ്പിച്ചത്.